കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് അപകടത്തിന്റെ കാരണം അമിത വേഗമാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. ബസിന്റെ ബ്രേക്കിന് തകരാറില്ലെന്നും കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. ഡ്രൈവർക്ക് വീഴ്ച സംഭവിച്ചെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അരുൺ പാർക്കൽ കാസർഗോഡ് വിവരങ്ങൾ നൽകാറുണ്ട്. അരുൺ, ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ ബസിന്റെ ഡ്രൈവർ പറഞ്ഞിരുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടു, അങ്ങനെ നിയന്ത്രണം വിട്ടാണ് ബസ് അപകടത്തിൽ ചെന്നുപെട്ടത് എന്നായിരുന്നു. അങ്ങനെയല്ല, ബസ് അത് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് കൊണ്ടുകൂടിയാണ് ഈ അപകടം എന്നാണോ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലും അന്വേഷണത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് അരുൺ? ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആ സമയത്ത് ഡ്രൈവർ നൽകിയ മൊഴി അനുസരിച്ച് ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ബസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഈ അപകടത്തിന് കാരണമായതെന്നായിരുന്നു ഇന്നലെ പോലീസിന് നൽകിയ മൊഴി. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി കാസർഗോഡ് RTOയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ പരിശോധന നടത്തി. ഈ ബസ്സിന് ബ്രേക്കിന് തകരാറില്ല എന്നാണ് ഇപ്പോൾ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബസ്സിൻ്റെ ഫിറ്റ്നസിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബസ്സിൻ്റെ ടയറിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രൈവർ അലക്ഷ്യമായി വാഹനം ഓടിച്ചു, അശ്രദ്ധയോടെ വാഹനം ഓടിച്ചു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. RTOയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.